السلام عليكم ورحمة الله. الحمد لله وصلى الله وسلم على نبينا محمد. പ്രിയമുള്ള സഹോദരങ്ങളെ, മുദബ്ബിറുൽ ആലമാണ് 30 വർഷം മുമ്പ് ഈ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ ജീവിച്ചു മരിച്ച ഞങ്ങളുടെ ഒരു വലിയ ഔലിയപ്പാപ്പ എന്ന് പറയുന്ന, അത് നാടുനീളെ പ്രസംഗിച്ച് നടക്കുന്ന ചിലരിപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സമസ്ത, അതിൽ 2 സമസ്തയും ഔദ്യോഗികമായി ഈ ആളുകൾക്ക് ഇന്ന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇത്തരം ആളുകൾക്ക് ലോകം നിയന്ത്രിക്കുന്നത് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ജീവിച്ചു മരിച്ച ഒരു മനുഷ്യനാണ്. അയാളെ കണ്ട പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അയാളുടെ ഹയാത്തും മൗത്തും കണ്ട ആളുകൾ ഇവിടെയുണ്ട്. അയാൾക്ക് ശേഷവും ജീവിക്കുന്ന മനുഷ്യർ ഇവരുണ്ട്. അയാൾക്ക് മുമ്പേ ലോകം ഇവിടെയുണ്ട്. എന്നിരിക്കെ CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ അതിനുള്ള വഴി ഇത്തരം ആളുകൾക്ക് ഇവിടെ തുറന്നു കൊടുത്തത് ആരാണ്? അതിൽ നിന്ന് കൈ കഴുകാൻ ഇരു സമസ്തക്കും സാധിക്കുമോ? എങ്ങനെയാണ് സാധിക്കുക? കാരണം അതിനെ വെല്ലുന്ന വാക്കുകൾ, കുഫറിന്റെ വാചകങ്ങൾ നമുക്ക് സൂഫികളുടെ കിതാബുകളിൽ ധാരാളമായി കാണാം. അള്ളാഹുവിന്റെ സിഫത്തുകൾ, അവന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ പടപ്പുകൾക്ക് വകവെച്ചു കൊടുക്കുക എന്ന വഴി ഇവിടെ വെട്ടിത്തെളിച്ചത് ആരാണ്? അത് സമസ്തയല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, സമസ്തയും അതിൻ്റെ നേതാക്കന്മാരും എത്രയിടത്ത് എത്ര തവണ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, എതിർക്കുന്നവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്ത് സ്ഥാപിക്കാൻ? അള്ളാഹു അല്ലാത്തവർക്ക് ഗൈബ് അറിയാമെന്ന് സ്ഥാപിക്കാൻ. അദൃശ്യമറിയും ആർക്ക്? അള്ളാഹു അല്ലാത്തവർക്ക്. അള്ളാഹുവിന്റെ വലിയകൾക്കറിയും. മുഹീദ്ദീൻ മാലയിലെ ആ വാചകം എത്ര ആളുകൾക്കറിയാം, എത്ര കുപ്രസിദ്ധമാണത്. കുപ്പി അകത്തിരിക്കുന്ന വസ്തുവിനെ പോലെ ആളുകളുടെ കൽബ് ആര് കാണും? മുഹീദ്ദീൻ ഷെയ്ഖ് കാണും എന്ന് പഠിപ്പിച്ചത് ആരാണ്? അതിനുവേണ്ടി തർക്കങ്ങൾ നടത്തിയത് ആരാണ്? ആ മുഹീദ്ദീൻ മാല അംഗീകരിക്കാത്തവനെ നമ്മുടെ മസ്ജിദുകളിൽ ഇമാമ സ്ഥാനത്തിനോ ഖതീബ് സ്ഥാനത്തിനോ അങ്ങനെയുള്ളവർ അർഹരല്ല എന്ന് പ്രമേയം പാസാക്കിയവരാരാണ്? അപ്പൊ നോക്കൂ, സൂഫികൾ പഠിപ്പിച്ച ഈ വിശ്വാസം ഏറ്റെടുക്കുകയും ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ പലരും നല്ല വെള്ള ചമയുകയാണ്. നിങ്ങൾ നോക്കൂ, സൂഫികളുടെ വാദമാണ് ഔലിയാക്കളെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുക എന്നത്. അതിന്റെ ഭാഗമാണ്, അത് പ്രകടമായി നമുക്ക് കാണുന്ന വിഷയമാണ്. എന്ത്? അള്ളാഹു അല്ലാത്തവർക്ക്, ഈ വലിയകൾക്ക് ഗൈബ് അറിയാം എന്ന വാദം ഖാസിമ പ്രസംഗിക്കുന്നത് നമുക്ക് കാണാം. അത് ഇതിന്റെ ഒരു ഉദാഹരണം മാത്രം. അയാൾ പറയുന്നുണ്ട്, ഇരുന്ന ഇരിപ്പിൽ 7 ആകാശവും കാണാവുന്ന ആളുകളാണ് വലിയകളിൽ. നിങ്ങൾ കേട്ടു നോക്കൂ, അയാൾ പറയുന്നത് ഇരുന്ന ഇരിപ്പിൽ 7 ആകാശം കണ്ടോവർ എന്നാണ്. അതിന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഭൂമി നിലനിൽക്കൂല. ഇരുന്ന ഈ ഇരിപ്പിൽ അവരെന്ത് കാണും? അല്ലെങ്കിൽ ഭൂമി നിലനിൽക്കൂല. ഒരു മഹാനെ പറ്റി അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. അത് എല്ലാ കാലത്തും ഉണ്ടാവും. അങ്ങനത്തെ ആളുകളില്ലാതെ ഈ പ്രപഞ്ചം നിലനിൽക്കൂല. എല്ലാ കാലത്തും ഉണ്ടാവും. നോക്കൂ, നിങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും എന്ന് ഇയാളിങ്ങനെ ആവർത്തിക്കുന്നതിന് പിന്നിൽ ഒരു കാര്യം നമുക്ക് ന്യായമായും സംശയിക്കാനുണ്ട്. കാരണം അത് താൻ തന്നെയാണ് എന്ന് പറയുന്നതിലേക്കുള്ള ഇയാളുടെ ചുവടുവെപ്പാണത് എന്ന് നമുക്ക് ന്യായമായും സംശയിക്കാവുന്ന അത്തരത്തിലുള്ള വാക്കുകൾ ഇയാളിൽ നിന്ന് നമുക്ക് ധാരാളമായി കാണാം. കാരണം ഇയാളുടെ മുൻഗാമികൾ അങ്ങനെ പറഞ്ഞവരാണ്. ഇബ്നു അറബിയെ പോലെയുള്ള സമസ്തക്കാർക്ക് തള്ളാൻ സാധിക്കാത്ത സൂഫികളുടെ നേതാവ്. എത്രയാണ് നിങ്ങൾ ഇബ്നു അറബിയെ പോലെയുള്ള ആളുകളെ, മുസ്ലിം പണ്ഡിതന്മാരിൽ ഒരുപാട് പേർ കാഫിറാണെന്ന് ഫത്വ പുറപ്പെടുവിച്ച ഒരുപാട് പണ്ഡിതന്മാർ ഇബ്നു അറബി കാഫിറാണെന്ന് ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ അതിൽ പലതും കേട്ടു. നിങ്ങൾ നോക്കൂ, അങ്ങനെയുള്ള ആളുകൾ
ഇബ്നു അറബിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അവർ വലിയകളെ അവരുടെ സ്ഥാനം ഉയർത്തി ഉയർത്തി അവസാനം താൻ തന്നെയാണത് എന്ന് പറയുന്നതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ നോക്കൂ, 7ാമത്തെ ആകാശം അത് കാണാൻ ഇരുന്ന ഇരിപ്പിൽ സാധിക്കുമെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾ എവിടെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മസ്ജിദ് അടിച്ചു വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ, അവർ മരണപ്പെട്ടു. സഹാബത്ത് രാത്രിയിൽ അവരെ ഖബറടക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അവരെവിടെ പോയി? സഹാബത്ത് പറഞ്ഞു, നബിയെ, അവർ മരണപ്പെട്ടു. നബി ചോദിച്ചു, എന്നെ അറിയിച്ചുകൂടായിരുന്നോ? സഹാബത്ത് പറയുകയാണ്, നബിയെ, രാത്രിയായിരുന്നു, അതുകൊണ്ട് അങ്ങേ അറിയിക്കാൻ സാധിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ എനിക്ക് അവരുടെ ഖബർ കാണിച്ചു തരൂ. അങ്ങനെ മയ്യിത്ത് നിസ്കാരം നഷ്ടപ്പെട്ടവർക്ക് അനുവാദമുണ്ട് അവരുടെ ഖബറിന്റെ അരികിൽ ചെന്ന് ആ ഖബറിന് മുന്നിൽ നിന്ന് മരിച്ച വ്യക്തിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാം എന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടപ്പിലാക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബത്തിന്റെ വിശ്വാസം എന്തായിരുന്നു? നബിക്ക് ഇരുന്ന ഇരിപ്പിൽ 7ാമത്തെ ആകാശം കാണാൻ സാധിക്കുമെന്നാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും വലിയ വലിയകളോ? എങ്ങോട്ടേക്കാണ് നിങ്ങൾ ഈ ആളുകളെ കൊണ്ടുപോകുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. നബി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആ മുന്നിൽ പാകം ചെയ്തു കൊണ്ടുവച്ച ഭക്ഷണത്തിൽ ബപ്പുണ്ടായിരുന്നു, ഉടുമ്പിന്റെ മാംസമുണ്ടായിരുന്നു. നബിക്കത് ഇഷ്ടമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഇഷ്ടമല്ല. അത് ഹലാലാണ് കഴിക്കുക എന്നത്. പക്ഷെ നബിക്ക് വ്യക്തിപരമായി അത് ഇഷ്ടമല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഭക്ഷണത്തോട് അറപ്പായിരുന്നു. സഹാബത്ത് റളിയല്ലാഹു അൻഹു അവരുടെ സ്ത്രീകൾ വീട്ടിനകത്തുനിന്ന് പറയുകയാണ്, നബിയോട് പറഞ്ഞു കൊടുക്കൂ, ആ ഭക്ഷണത്തിൽ, ആ മാംസത്തിൽ ഉടുമ്പിന്റെ മാംസവും ഉണ്ട് എന്ന്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിക്കാതെ കൈവലിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ സഹാബി ബിശ്ർ ഇബ്നുൽ ബറാ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യഹൂദികളുടെ വീട്ടിൽ വെച്ച് വിഷം പുരട്ടിയ മാംസം കഴിച്ച സഹാബി ബിശ്ർ ഇബ്നുൽ ബറാ റളിയല്ലാഹു അൻഹു. ആ മാംസം കഴിച്ച് ബിശ്ർ റളിയല്ലാഹു അൻഹു മരിച്ചു വീഴുകയാണ്, ഷഹീദായി കൊല്ലപ്പെടുകയാണ്. വിഷം കൊടുത്തതാണ് യഹൂദി പെണ്ണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്ന് കടിച്ചു, അല്പം വായിലേക്ക് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തു അതിൽ വിഷമുണ്ട് എന്ന്. നബി ബാക്കി കഴിച്ചില്ല, അല്പം ഉള്ളിലേക്ക് പോയി. കൂടെ ഉണ്ടായിരുന്ന സഹാബി അത് വിഷബാധയേറ്റ് മരിച്ചു വീഴുകയാണ്. ഉമ്മത്തിനോട് ഏറ്റവും സ്നേഹമുള്ള, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് ദയവും കാരുണ്യവുമുള്ള റസൂൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രശംസിച്ച നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഭക്ഷണം കഴിക്കാനിരുന്ന പ്രിയപ്പെട്ട സഹാബിയെ കൊലക്ക് വിട്ടുകൊടുക്കുമെന്നു. അല്ല, നബിക്കറിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് അതിൽ വിഷം പുരട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നബിയും കഴിച്ചത്. അവിടുന്ന് അവസാനം വഫാത്തിന്റെ വേളയിൽ പറയുകയുണ്ടായി, അന്ന് ഖൈബറിൽ ആ പെണ്ണ് തന്ന വിഷം അത് ഇന്ന് എൻ്റെ ഞരമ്പ് മുറിച്ചു കളയുന്ന രൂപത്തിൽ എനിക്ക് പ്രയാസമുണ്ടാക്കുന്നു. അള്ളാഹുവിന്റെ നബിമാർക്കറിയാത്ത ഗൈബ് എങ്ങനെയാണ് ഈ ആളുകൾക്കറിയുക? നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുർ റഹ്മാൻ, മകൻ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അറുക്കാൻ കൊണ്ടുപോവുകയാണ്. മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും ആ ത്യാഗത്തിന്റെ പാഠമറിയാം. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ മില്ലത്തറിയുന്ന മുഅ്മിനീങ്ങൾക്കറിയാം ആ വഴി, ആ കഥയറിയാം, ആ ചരിത്രമറിയാം. നിങ്ങൾ നോക്കൂ, ഇയാൾ പറയുന്ന വാദപ്രകാരമാണെങ്കിൽ, ഗൈബ് അറിയുമെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ത്യാഗം പിന്നെ എങ്ങനെ ത്യാഗമാകും? നേരത്തെ അറിയാം, അറുക്കാൻ കൊണ്ടുപോയാൽ അള്ളാഹു അറുക്കണ്ട എന്ന് പറയും, ആടിനെ തരും എന്ന് കരഞ്ഞുകൊണ്ടാണ് പോയത് എങ്കിൽ എങ്ങനെയാണത് പരീക്ഷണമാവുക? ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, അള്ളാഹു പറഞ്ഞത് ഇത് വ്യക്തമായ പരീക്ഷണമെന്നാണ്. അള്ളാഹു അത് മുഖേന ഇബ്രാഹിം അലൈഹിസ്സലാമിനും ഇസ്മായിലിനും ഉയർത്തി നൽകിയ ദറജകൾ എത്രയാണ്. അതെല്ലാം ബാത്തിലാക്കി കളയുന്ന വാദമാണ് അള്ളാഹു അല്ലാത്തവർക്ക് ഗൈബ് അറിയാമെന്ന വാദം. അങ്ങനെയാണ് സഹോദരങ്ങൾ, ഇസ്ലാമിന്റെ അസ്റിനെ ഒന്ന് പൊളിച്ചാൽ
ബാക്കിയൊക്കെ പൊളിയും. എല്ലാത്തിനെയും അത് ബാധിക്കും. അപ്പൊ നോക്കൂ, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന കാര്യങ്ങൾക്ക് ഉദാഹരണമാണ് അള്ളാഹു അല്ലാത്തവർക്ക് ഗൈബ് അറിയാമെന്ന വാദം. അള്ളാഹു പറഞ്ഞത് എന്താണ്? ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅഥൂൻ. ഖുൽ പറയൂ നബിയേ, ലാ യഅലം അറിയുകയില്ല, മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരാൾക്കും തന്നെ ഗൈബ് അറിയുകയില്ല, അദൃശ്യം അറിയുകയില്ല, ഇല്ലല്ലാഹ് അല്ലാഹുവിനല്ലാതെ. വമാ യശ്ഉറൂന അയ്യാന യുബഅഥൂൻ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതുപോലും അവർക്കറിയുകയില്ല. അള്ളാഹുവിന് മാത്രമേ ഗൈബ് അറിയുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂഫികളുടെ ഈ വാദം അത് പ്രചരിപ്പിക്കാൻ കൂട്ടുനിന്ന സമസ്തക്കാർ അവർക്ക് അവരുടെ നേതാക്കന്മാർക്ക് കൈ കഴുകാൻ സാധിക്കുകയില്ല. ഇന്ന് മുദബ്ബിറുൽ ആലമാണ്, ഈ 10-30 വർഷം മുമ്പ് ജീവിച്ചു മരിച്ച ഈ മനുഷ്യനെന്ന് ആളുകൾ പറയുമ്പോൾ അതിനെ എതിർക്കാൻ ധാർമ്മികമായി എന്താണ് സമസ്തക്ക് അവകാശമുള്ളത്? സൂഫിസത്തിന് വെള്ളവും വളവും വിട്ടുകൊടുത്ത ആളുകൾക്ക് അവകാശമുള്ളത് കഴിഞ്ഞില്ല. മറ്റെന്തെല്ലാം വിഷയങ്ങളിൽ വലിയകൾക്ക് ഔലിയാക്കൾക്ക് അള്ളാഹുവിന്റെ സ്ഥാനം ഈ ആളുകൾ നൽകുകയുണ്ടായിട്ടുണ്ട്. നോക്കൂ, മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നവരില്ലേ, ഖാസിമി പിന്നിലാണോ? ഖാസിമി പ്രസംഗിച്ചിട്ടില്ലേ അതുപോലുള്ള വാദങ്ങൾ? അയാൾ പറയുകയാണ്, എന്ത് പ്രപഞ്ചത്തിന് ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വലിയകൾക്ക് സാധിക്കും. പട്ടിയെ പൂച്ചയാക്കി മാറ്റാൻ സാധിക്കും, പൂച്ചയെ പട്ടിയാക്കി മാറ്റാൻ സാധിക്കും. ആൾ പറയുക അള്ളാഹുവിനെ കുറിച്ചല്ല ഈ പറയുന്നത്, നബിമാരെ കുറിച്ച് പോലുമല്ല, വലിയകളെ കുറിച്ച് അയാൾ പ്രസംഗിക്കുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അസ്സർഫ ക്രയവിക്രയത്തിന് അധികാരം നൽകിയ അവര് കാര്യം വിചാരിച്ചാൽ അത് നടക്കും. അങ്ങനത്തെ വിചാരത്തിന്റെ ഒരു കാര്യം. ഇതൊക്കെ ഓരോന്നിനേക്കാൾ മേലെയാ. ഖാസ പ്രത്യേകമായ, ഖാലിസ അൽ കാമില പൂർണ്ണമായ, അസ്സർഫ ക്രയവിക്രയാധികാരമുള്ള അവരൊരു കാര്യം പറഞ്ഞാൽ അതാണ് നടക്കും. അങ്ങനത്തെ ഒരു കാര്യം അത് ഏറ്റവും ടോപ്പാണ്. അവരൊരു കാര്യം പറഞ്ഞാൽ അത് ആര് നടത്തും? അള്ള പറഞ്ഞൊക്കെ ഇവര് നടത്തി പിന്നെ ഇവര് പറഞ്ഞാൽ അള്ള നടത്തും. അതിനാണ് സർഫത്തിന്റെ കാര്യം അറിയാം. ഒരു അൽ കാമിലത്തി സർഫ ക്രയവിക്രയത്തിന് അധികാരമുള്ള, പെട്ടിയെ പൂച്ചയും പൂച്ചയെ പട്ടിയും എല്ലിനെ കടുവയും ആക്കാൻ കഴിയണവര് ഓരെന്താ പറഞ്ഞത് അതാണ് നടക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇവിടെ അഹ്സനിമാർ പ്രസംഗിച്ച് നടക്കുന്ന മുദബ്ബിറുൽ ആലം ഇതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഈ പ്രസംഗിച്ചതിന് ശേഷം എത്ര തവണ ഈ ഖാസിമിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും ഖാസിമിക്ക് പ്രചാരണം നൽകാനും ഇവിടെയുള്ള സമസ്തക്കാർ മത്സരിച്ചു. 2 സമസ്തയും APKയും ഇയാളെ ഓമനിച്ച് താലോലിച്ച് കൊണ്ടു നടന്നു. എന്തിനാണ്? ഇബ്നു അബ്ദുൽ വഹാബിനെ ചീത്ത പറയുന്നുണ്ട്. അയാൾക്ക് അതിനോളം വലിയ ബഹുമതി മറ്റൊന്നും ഇനി കിട്ടാനില്ല. അയാൾ എന്ത് പറഞ്ഞാലും താങ്ങി നടക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായത്തിന്റെ കാര്യം ഇയാൾ സംസാരിച്ചതിന് അത് തെറ്റാണോ പറഞ്ഞത്? അതിനെതിരിൽ ഒച്ചയിടുന്ന, മുറവിളി കൂട്ടുന്ന സമസ്തക്കാരെ ഇത് നോക്കൂ, ഇതിന് നിങ്ങൾ എന്താണ് പ്രതികരിച്ചത്? മുദബ്ബിറുൽ ആലമാണ്. എന്നിട്ട് അതിന് കുറെ അറബി പേരുകൾ ഇങ്ങനെ പറയുകയാണ്, ഖാസയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അറബിയിൽ പറഞ്ഞാൽ ദീനാകുമെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ അങ്ങനെയുള്ള ആളുകളെ ഉണ്ടാക്കിയെടുത്തു എന്ന ആത്മവിശ്വാസത്തിൽ ഇയാൾ പറയുകയാണ്. അള്ളാഹു പറഞ്ഞത് അവർ കേട്ടു, പിന്നെ അവരെന്താണ് പറഞ്ഞത് അതുപോലെ അള്ളാഹു ചെയ്യുമെന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനെ അനുസരിക്കാൻ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ ഖുർആനിൽ എത്ര കൽപ്പനയുണ്ട്. എവിടെയെങ്കിലും ഖുർആനിൽ ഒരായത്തിൽ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ നൽകുന്ന പ്രതിഫലത്തിന്റെ കൂട്ടത്തിൽ പിന്നെ അവരെന്ത് പറഞ്ഞാലും അള്ളാഹ് അത് നടപ്പിലാക്കും എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഖുർആൻ ഓതുന്ന മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ഖുർആൻ പഠിച്ചിട്ടുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ചരിത്രം വായിച്ചിട്ടുള്ള മുസ്ലിമീങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പട്ടിയെ പൂച്ചയാക്കുന്ന, പൂച്ചയെ പട്ടിയാക്കുന്ന ഒരു നബിയുടെ കഥ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞുമകൻ മരണപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീരൊലിപ്പിച്ചത് നോക്കി നിൽക്കുകയാണ്. ഇന്നൽ ഐന തദ്മഅ വൽ ഖൽബ യഹ്സൻ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന. ഹൃദയം വേദനിക്കും, കണ്ണുകൾ നനയും, എന്നാൽ നമ്മുടെ റബ്ബിന് തൃപ്തമല്ലാത്ത, അല്ലാഹുവിന്റെ തൃപ്തിയില്ലാത്ത,
അവന് വെറുപ്പുണ്ടാക്കുന്ന ഒരു വാക്കും നമ്മൾ പറയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, ഓ ഇബ്രാഹിം നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. അങ്ങനെ ദുഃഖിക്കുന്ന കരയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അങ്ങ് ദൂരെ യുദ്ധത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബിമാർ ഓരോരുത്തരായി കൊല്ലപ്പെടുകയാണ്. ഓരോരുത്തരായി കൊല്ലപ്പെടുകയാണ്. ജഅഫർ ഇബ്നു അബീ താലിബ്, നബിക്ക് പ്രിയപ്പെട്ട നബിയുടെ പിതൃ സഹോദരന്റെ പുത്രൻ, ഖൈബർ വിജയിച്ചടക്കി. അപ്പോഴതാ ജഅഫർ അബ്സീനയിൽ നിന്ന് മടങ്ങി വന്നു. രണ്ടും ഒരുമിച്ചുണ്ടായപ്പോൾ, രണ്ട് സന്തോഷവും ഒരുമിച്ചുണ്ടായപ്പോൾ ജഅഫറിന്റെ നെറ്റിയിൽ ചുംബിച്ച് വല്ലാഹി മാ അദ്രി ബിഅയ്യിഹിമാ അന ഉസർ ബിഖുദൂമി ജഅഫർ അം ബിഫത്ഹി ഖൈബർ എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവാണ് എനിക്കറിയില്ല ഞാൻ ഏതിൽ സന്തോഷിക്കണമെന്ന്, ഖൈബർ വിജയിച്ചടക്കിയതിലോ അതല്ല ജഅഫർ വന്നതിലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നബിയുടെ പ്രിയപ്പെട്ട സഹാബി ജഅഫർ അന്ന് മരണപ്പെട്ട വിവരം, മുഅ്ത യുദ്ധത്തിൽ മരണപ്പെട്ട വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിന്റെ വഹ്യായി ലഭിക്കുകയാണ്. ജഅഫർ ഷഹീദായി കൊല്ലപ്പെട്ടു എന്ന് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ പ്രയാസപ്പെട്ട് വേദനിച്ചിരിക്കുകയാണ്. സെയ്ദ് ഇബ്നു ഹാരിഥ ആദ്യം കൊല്ലപ്പെട്ടു. നബിയുടെ ഹിബ്ബ് എന്നറിയപ്പെട്ട സഹാബിയാണ്, നബിയുടെ പ്രിയപ്പെട്ടയാൾ സെയ്ദ് ഇബ്നു ഹാരിഥ. നബിയുടെ വളർത്തുപുത്രനായിരുന്ന സെയ്ദ് മുഅ്തയിൽ കൊല്ലപ്പെട്ടു റളിയല്ലാഹു അൻഹു. ജഅഫർ കൊല്ലപ്പെട്ടു. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. മൂന്ന് പേരും കൊല്ലപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ചിരിക്കുന്നത് വാതിൽ പാളികൾക്കിടയിലൂടെ ഞാൻ നോക്കി നിന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ വിധിക്ക് കീഴൊതുങ്ങിയ റസൂൽ, എവിടെ കാസിമി പൂച്ചയെ പട്ടിയാക്കുന്ന നിന്റെ വലിയും അല്ലാഹുവിന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് മുകളിലാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്താൻ ശ്രമിക്കുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ കഴിയില്ല. ഈ കുഫറിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയാണ്. നോക്കൂ, മുദബ്ബിറുൽ ആലം വാദങ്ങൾ പോലെയുള്ള തികഞ്ഞ കുഫറിന്റെ വാദങ്ങൾക്ക് വഴിവെട്ടിക്കൊടുത്തതിൽ ഇവിടെയുള്ള സമസ്തയുടെ നേതാക്കന്മാർക്കും അതിൻ്റെ പ്രചാരകർക്കും കൈകഴുകാനാകുമോ? അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനാകുമോ എന്ന് സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കേണ്ടതാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതല്ല അള്ളാഹുവിൻ്റെ ദീൻ. ഈ മുസ്ലിയാക്കന്മാർ ഈ പ്രചരിപ്പിക്കുന്നതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോയതുമായ ദീനുമായി യാതൊരു ബന്ധവുമില്ല. ഈ വിഷയങ്ങളിൽ നിങ്ങളത് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഇപ്പം നോക്കൂ, വലിയ മിതവാദി ചമന്ന് മുദബ്ബിറുൽ ആലം വാദക്കാർക്കൊക്കെ മറുപടി പറയാൻ നടക്കുന്നുണ്ടല്ലോ. പേരോട് സഖാഫി, പേരോടിന് ഇത്തരം വാദഗതികളിൽ നിന്ന് അതിൻ്റെ പ്രചാരകർ ഇവിടെ ഉണ്ടായതിൽ നിന്ന്, ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുമോ? കാരണം ഇതിനൊക്കെ ഉള്ള വഴി നേരത്തെ ഈ ആളുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണ് എന്ന് പറയുന്നവർക്ക് അവരുടെ മാതൃക ഈ പേരോടിനെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ തന്നെയാണ്. ഇയാൾ തന്നെ മുമ്പ് പ്രസംഗിച്ചത് നമുക്ക് കാണാം. കുറ്റ്യാടിയിൽ ഒരു പരിപാടിക്കിടയിൽ മഴ പെയ്യുമെന്ന് കണ്ടപ്പോൾ മൂപ്പരുടെ ഉസ്താദ് കാന്തപുരം പറഞ്ഞത്രേ മഴ പെയ്യില്ല എന്ന്. ദുആ ഒന്നും ചെയ്തിട്ടില്ല. അയാൾ പറയുകയാണ്, ദുആ ഒന്നും ചെയ്തിട്ടില്ല, മറിച്ച് മഴ പെയ്യില്ല എന്നൊരൊറ്റ വർത്തമാനം. അങ്ങനെ മഴ പെയ്തില്ല. നോക്കൂ, നിങ്ങൾ പേരോട് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതാ കാന്തപുരം ഉസ്താദ്. അവിടെ ഉസ്താദിന്റെ സദസ്സിലിരുന്ന് ഞാനെന്ന് പ്രസംഗം കേൾക്കുക. വന്നു മഴ, ഭയങ്കര മഴ വന്നു. എല്ലാരും ഓടാൻ പോവാണ്, എല്ലാരും എഴുന്നേൽക്കാണ്. ഇരിക്കണം അവിടെ. ഹൗസുല്ലാമിന്റെ ബറക്കത്ത് കൊണ്ട് മഴ പെയ്യില്ല. പെയ്യില്ലാന്നാ പറഞ്ഞത്, പെയ്യാതിരിക്കാൻ വേണ്ടി വേർക്കൊന്നല്ലേ ഇത്. പെയ്യില്ലാന്ന് പറഞ്ഞു. ഉള്ളത് പറഞ്ഞാൽ ഞാനന്ന് പേടിച്ചു കേട്ടോ. ഞാൻ അഥവാ പെയ്തെങ്കിൽ കുറ്റ്യാടി, ഇന്നത്തെ കുറ്റ്യാടിയല്ല അന്ന്. അന്നത്തെ കുറ്റ്യാടി എന്ന് പറഞ്ഞാൽ സുന്നികളെ കൂക്ക് വിളിച്ചു വിടുന്ന കാല. അന്നാ ഉസ്താദ് ഒരു പെയ്യില്ലാന്നാ പറഞ്ഞത്.
മഴ പെയ്തില്ല. പ്രസംഗം മുഴുവൻ കഴിഞ്ഞ് ഞാനന്നൊരു അംബാസിഡർ കാറ് ഞങ്ങൾ വാടക കൂട്ടിയിട്ട് പേരോട്ടെന്ന് വന്നതാ. വന്നതിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ നടക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയുമെന്നല്ല, ചോദിച്ചു നോക്കൂ. അങ്ങനെ അവിടെ പ്രസംഗം കഴിയുന്നവര് മഴ പെയ്തില്ല. മഴ പെയ്യാതിരുന്നപ്പോ ഞങ്ങൾ നോക്കി, അതിന്റെ തൊട്ടടുത്ത മുഴുവൻ നാട്ടിലും മഴ പെയ്തിട്ടുണ്ട്, അവിടെ മാത്രം പെയ്തില്ല. അപ്പൊ കാന്തപുരം ഉസ്താദ്, അത് കാന്തപുരം ഉസ്താദാ. നിങ്ങൾ ഈ കാന്തപുരത്തിനെ കുറിച്ച് പറഞ്ഞത് എന്തോ, അതിന്ന് മറ്റേയാൾ അയാളെക്കാളും വലിയ ആളെന്ന് നിങ്ങളും അംഗീകരിക്കുന്ന CM മടവൂർ എന്ന മുസ്ലിയാരെ കുറിച്ച് പറയുന്നു. നിങ്ങൾക്കെന്ത് ന്യായമാണുള്ളത് അവരെ എതിർക്കാൻ? അതിന് വഴിവെട്ടി കൊടുത്തിട്ട്, അത്തരം ആളുകൾക്ക് പറയാനുള്ള വഴി തെളിച്ചു കൊടുത്തിട്ട്, അവർക്ക് ന്യായമുണ്ടാക്കി കൊടുത്തിട്ട്, ഇപ്പോൾ നിങ്ങൾ ഈ മിതവാദി ചമയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്തർത്ഥമാണുള്ളത്? ഈ ഷിർക്കിന്റെ കുഫറിന്റെ വഴി ഉപേക്ഷിച്ചു വരും. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിലേക്ക്, അവനിൽ മാത്രം അവലംബം അർപ്പിക്കുന്നതിലേക്ക്, അതിലേക്ക് വരൂ. എന്നിട്ട് എതിർക്കൂ. അതല്ലാതെ നിങ്ങൾ എതിർത്താൽ ഈ പറഞ്ഞ ഏതെങ്കിലും വാദം പേരോട് ഇന്ന് വരെ തിരുത്തിയിട്ടുണ്ടോ? ഇന്ന് വരെ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എനിക്ക് ബോധ്യമില്ലാത്തൊരു കാര്യവും സത്യമാണെന്നറിയാത്തൊരു കാര്യം ഞാൻ ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല എന്നാണ് പേരോട് ഈ അടുത്ത കാലത്ത് പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, മഴ പെയ്യുകയാണ്. കാന്തപുരം പറഞ്ഞത്ര എന്ത്? മഴ പെയ്യില്ല, ആരും പോകേണ്ടതില്ല. ദുആ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ദുആ അള്ളാഹുവിനോട് ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. നബിയുടെ മാതൃക പറയുക എന്നത് ഈ ഖൗമിനെന്തോ കുറച്ചിലാണ് എന്നതുപോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മഴ പെയ്യാനും മഴ കൂടിയപ്പോൾ അതിനും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യുകയാണ് ഉണ്ടായത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, മഴയില്ല, ക്ഷാമമാണ്, പ്രയാസത്തിലാണ് ആളുകൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഇരു കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പേരോടിന്റെ ഔലിയാക്കളാണെങ്കിൽ എന്തു പറയും? വരട്ട മഴ എന്നായിരിക്കും പറയുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ, അള്ളാഹുവിന്റെ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ, അള്ളാഹുവിന്റെ ഖലീലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സഹാബത്ത് പറഞ്ഞു, മേഘത്തിന്റെ ഒരു കഷ്ണം പോലും ആകാശത്തുണ്ടായിരുന്നില്ല. പക്ഷേ അത് എങ്ങു നിന്നെന്നറിയാതെ മേഘം ഇങ്ങനെ വരികയാണ്. മഴ പെയ്ത് താടി നനഞ്ഞ് കുതിർന്നിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയത്. ഞങ്ങളെല്ലാം മഴവെള്ളത്തിൽ നടന്നിട്ടാണ് വീട്ടിലേക്ക് പോയത്. ഒരാഴ്ച നിർത്താതെ മഴ. അത് അടുത്ത ആഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ ആ വന്നയാൾ തന്നെ അല്ലെങ്കിൽ മറ്റൊരാൾ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, മഴ കൂടിയിട്ടുള്ള പ്രയാസമാണ്, അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ അദ്ദേഹം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വീണ്ടും അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജർ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അല്ല, ഞങ്ങൾക്ക് ചുറ്റും, അല്ലാഹുവേ, കുന്നിൻ മുകളിൽ, മലഞ്ചെരുവുകളിൽ, ചെടികൾ മുളക്കുന്നിടങ്ങളിൽ, താഴ്വാരങ്ങളിൽ ഈ മഴ പെയ്യിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ അല്ലാഹു സ്വീകരിച്ചു. മദീനക്ക് ചുറ്റും മഴയാണ്, മദീനയിൽ മഴയില്ല. പുറത്തു നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ മഴയെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. മദീന ഒരു പാത്രത്തിന്റെ, ഒരു കുടത്തിന്റെ, അതിന്റെ വായ പോലെ ആയിത്തീർന്നു. അഥവാ അവിടെ മാത്രം മഴയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബിയുടെ മാതൃക നോക്കൂ നിങ്ങൾ. എന്നാൽ ഔലിയാക്കളെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ ഈ ഖൗമിന് മതിയാവുകയില്ല. ഔലിയാക്കളെ കുറിച്ച്, ഔലിയാക്കളെന്ന് സ്ഥിരപ്പെട്ട ആളുകളെ കുറിച്ചാണ് പറയുന്നത്, അതുപോലുമല്ല. അവരെ കുറിച്ചായാൽ പോലും അത് ശരിയല്ല. അവരവന്റെ ഉസ്താദിന്റെ പോരിശ പറയുകയാണ്, മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യൂല എന്ന് ദുആ പോലും ചെയ്തിട്ടില്ല. അത് പ്രത്യേകം ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇതാണ് സൂഫി വിശ്വാസം. ആളുകളുടെ, മുസ്ലിമീങ്ങളുടെ വിശ്വാസം നശിപ്പിച്ചത് ഇങ്ങനെയാണ്. വലികൾ എന്ന് പറയുന്ന ആളുകളെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയത് ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ സിഫത്തുകൾ അവർക്ക് വകവെച്ചു കൊടുത്തത് ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താണ്? ലോകം നിയന്ത്രിക്കുന്നവൻ റബ്ബാണ്, മഴ പെയ്യിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. മക്കയിലെ മുശ്രിക്കുകളോട് പോലും ആരാണ് മഴ പെയ്യിക്കുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്നാണ് അവർ പറയുക. അത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് അള്ളാഹു പറഞ്ഞത്. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ,
വസ്സമാഅ ബിനാഅ വഅൻസല മിനസ്സമാഇ മാഅ. അല്ലാഹുവാണ് മഴ പെയ്യിക്കുന്നവൻ. അല്ലാതെ ലോകത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അല്ലാഹു അല്ലാത്തവർക്ക് സാധിക്കുകയില്ല. അപ്പൊ സഹോദരങ്ങളെ, അത് ഇന്നതിനെതിരിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വം സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മേലുണ്ട്. അവരുടെ തലയിൽ നിന്ന് അത് ഒഴിഞ്ഞു പോവുകയില്ല. അത് തിരുത്തി മാപ്പ് പറഞ്ഞ്, മുസ്ലിമീങ്ങളോട് മാപ്പ് പറഞ്ഞ്, അവരുടെ യഥാർത്ഥ വിശ്വാസം അവരെ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചുകൊണ്ട് തങ്ങൾ ഇതുവരെ പ്രചരിപ്പിച്ച തെറ്റായ വിശ്വാസം തിരുത്തിയാലല്ലാതെ നിങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കുക, സൂഫിസം എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ പോലും അതിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അതുപോലും തകർത്ത് കളയുന്നത് എന്ന് തിരിച്ചറിയുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.